പാണ്ഡ്യണ്ണ ഹായ്. അപ്പൊ നമുക്ക് സാധനം വാങ്ങിട്ട് ഞങ്ങൾ ഫുഡായിട്ട് ഞങ്ങള് പോട്ടെ. പാണ്ഡ്യണ്ണോ ആ മധ്യാഹ്നത്തേക്ക് വരാം. പൈസ കൊടുത്തു വാങ്ങാണ്ട, പൈസ കൊടുക്കാത്തതില്ല. മധ്യാഹ്നത്തേക്ക് വരാം. നമ്മളെ മഞ്ഞമന്നൂര് ഫോൺ കിട്ടോ. കൊടൈക്കനാൽ വന്നിട്ട് ഇത്രയും നല്ല ഫുഡ് കിട്ടുക പറഞ്ഞാ അതൊരു ഭാഗ്യം തന്നെ. എന്താ നിങ്ങളെ അഭിപ്രായം? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുണ്ട്. ഇനി ഉച്ചക്ക് എന്താണ് ലെവൽ അറിയില്ല. നോക്കിയിട്ട് അത് ഉച്ചക്കത്തെ വീഡിയോയിലുണ്ട്. ഒരു നീണ്ട ഒരു വിശ്രമത്തിന് ശേഷം നടന്നോ ഞങ്ങള് ഇവിടെ ഒരു വെള്ളച്ചാട്ടം, ഒരു ഹിഡൻ പ്ലേസ് ആണ്. അടിപൊളി ട്രക്കിംഗ് ഉണ്ട്. അതിവിടെ സ്റ്റേ ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അടിപൊളി ട്രക്കിംഗ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടാണ് നമ്മളെ ട്രക്കിംഗ്. കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട്, പക്ഷെ വിഷയമില്ല, നമ്മൾ നടക്കും. ട്രക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുത്തെ സ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ചെറിയ കട്ട്സുകളൊക്കെ കാണിച്ചു തരാം, പോണ വഴിയും കാര്യങ്ങളൊക്കെ. വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. സൂപ്പർ. എല്ലാം കട്ട് ചെയ്യണോ? ട്രക്കിങ്ങിന്റെ സ്പോട്ട് ഇത് കുറച്ച് റിസ്കി ഒക്കെയാണ്. ഇത് നമ്മൾ താണ്ടി പോയിട്ട് ഒരു അൾട്രാ വ്യൂവിലാണ് നമ്മൾ എത്താൻ പോണത്. അതുകൊണ്ട് നമുക്ക് ട്രക്കിങ്ങിന് വിഷയമില്ല. കാറ്റൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, കാറ്റ് ഫ്രണ്ടിലുണ്ട്. അതില്ലേ ബാക്കി നമുക്ക് അവിടെ ഫുള്ള് റിസ്ക് ആണോ? ചെറിയൊരു അരുവിലാണ് പോണത്. ചെരുപ്പില്ലേ, നല്ല ചെരുപ്പിട, എന്നെ ചെരുപ്പിടാണ്ട് വരണം. ചെരുപ്പിന്റെ അവസ്ഥ വരുന്നു. സ്പോട്ടുണ്ട് നോക്കി. ഞാൻ ഇരിക്കാൻ പോണോലേക്ക് പാൻറ് ഇട്ട് നോക്കണ്ട. സീനാണ്. ഇത്രയും ട്രക്കിങ് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ ഒരു സ്പോട്ട്, അതിന്റെ ഇടയിൽ ഒരു കുതിര. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ, ഉള്ള പറയാലോ, ഒരു രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല. വേറെ ലെവൽ. ഏകദേശം ഈവനിങ് കഴിഞ്ഞു. പിന്നെ രാത്രി നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. ഒരു ട്രേ മുട്ട വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ പൊളിച്ചടിക്കാൻ ഇടുന്നതുണ്ട്, ഷെയ്ഡുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും കാണണം, സ്കിപ്പ് ചെയ്യാൻ കാണണം. ഇതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. ഫുഡ് പ്രിപ്പയറിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഒന്നുമില്ല, നമ്മളെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറി അറിയാത്തവരുണ്ട് വെച്ചാൽ നമ്മളെ വീഡിയോ കൊണ്ട് പ്രാവശ്യത്തോടെ പഠിക്കണം. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. കുക്കിംഗ് സെക്ഷൻ അത് അവിടെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പണിയല്ലേ, പണി എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ വീഡിയോ എടുക്കാൻ ചെറുതായിട്ട് നമുക്ക് ശീലമില്ലാത്ത കാര്യമാണ്. ഓക്കെ, തുടങ്ങും. നോ പ്രോബ്ലം. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മൾ ചിക്കൻ കറി എത്രയും പെട്ടെന്ന് റെഡി ആവുന്നതാണ്. അപ്പം ഓക്കെ, ചട്ടി ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് എണ്ണ വെച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ. ആദ്യം നമ്മളപ്പോൾ വലിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വലിയ ഉള്ളി ലേശം ബ്രൗൺ കളർ ആകുന്ന പോലെയൊക്കെ ആക്കിയെടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് കുക്കിങ്ങിൻ്റെ കാര്യം അറിയില്ല, എന്നാലും ഞങ്ങൾ പറഞ്ഞു തരും. കാജാവ് തന്നോളൂ, ഞാനായിക്കോളാം കേട്ടോ. ഞാനല്ലേ ഷെഫ്. കാജാ തമാശ നോക്കിയത് പെണ്ണിട്ടൂലാട്ടാ. ഇതിൽ തെറി വിളിച്ചാലേ ഹലോ. അപ്പൊ ഗൈസ് ഉള്ളി ഏകദേശം ഒന്ന്
ഒരു ബ്രൗണിഷ് കളറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ആവണ്ട. അല്ല ആയിട്ടില്ല, ആയെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, കണ്ണൊക്കെ നമ്മുടെ ഏരിയ അത് പറഞ്ഞാൽ നമ്മള് എപ്പോഴും ചെയ്യണ പരിപാടി ഇല്ലല്ലോ. മറ്റേ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോയി. എന്ത് അത് വേണ്ട, ഫുഡിന്റെ അവിടെ നമ്മൾ പറയാം മോശം. ഫുഡിനെ നമ്മൾ ബഹുമാനിക്കാം എപ്പോഴും. അപ്പൊ കണ്ണകരിയും വിഷയാക്കരുത്. നമ്മൾ ഉള്ളി ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അറിയാലോ ഏകദേശം. ഇല്ല അറിയില്ല വിചാരിക്കണം, എന്നാലും അറിയാം. അറിയാത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊരു ക്ലാസ്സും കൂടിയാണ് കേട്ടോ, ഒരു കുക്കിംഗ് ക്ലാസ്സും കൂടി. ചിക്കൻ കറി എവിടേക്കാണ് നീ ഇത് വാടിട്ട് അവിടെ വെക്ക്. എല്ലാം കൊടുത്ത് വിടാതെ സബൂസം വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ആദ്യം പച്ചമുളക് തക്കാളി ഇടാം. തക്കാളി നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കുനുകുനാന്ന് തന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. ശേഷം ഒന്നും ഇടരുത്. ഓക്കെ, എനിക്കറിയാം, ഒന്നും ഇടരുത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഒന്ന് ചൂടാവട്ടെ. വലിയ കാലാണ്, ഞാൻ ചൂടാക്കും. ലേശം ധൃതിയായതുകൊണ്ട് മസാല എന്തൊക്കെ ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മറന്നുപോയി. കുറച്ച് ധൃതി കൂടിയ ആൾക്കാരൊക്കെ ഉണ്ട് കാജയൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്തായി ഇത് എന്തൊക്കെയാ ഇട്ടതെന്ന് നമ്മൾ പറഞ്ഞുതരാൻ ലേശം ഒഴുകിപ്പോയി. അപ്പോൾ എന്തൊക്കെയാ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല അതന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഏകദേശം ഈ ഒരു പരുവത്തിലെത്തും. ഇനി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഓക്കെ, എന്ത് കഥ കൊള്ളണോ? ഒരു ഭാഗത്ത് ചിക്കൻ കറി, മറുഭാഗത്ത് ഓംപ്ലേറ്റ് കാര്യങ്ങള്. നമ്മുടെ ബാക്കി ചെക്കന്മാര് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കലബല ചറ പറ. ഇതിലാണ് ഈ നായാടി അറിയോ? എവിടെ കണ്ടിട്ടാ ചിക്കൻ കറി ഒന്ന് ഇറക്കി വിട്ടോ. പ്ലേറ്റ് വേണ്ട നിനക്ക്? പ്ലേറ്റ് വേണം വെച്ചാൽ ആ പ്ലേറ്റ് എടുത്ത ഷെഫിക്ക. ആ പ്ലേറ്റ് എടുത്ത ഫസ്റ്റ് നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിട്ട് മതി. മുട്ടല്ലേ എണ്ണ ഒഴിക്കല്ലേ? അടുത്തുണ്ട് ഓംപ്ലേറ്റ് കളിക്കട്ടെ ഷെഫി. വേണോ നല്ല മുരിച്ചിട്ട് ഒന്ന് എടുക്കട്ടെ. ഇതിനടുത്താണ് എണ്ണൊക്കെ ചൂട്. രാവിലെ ഫുഡ് വാങ്ങിണ്ടായിരുന്നില്ലേ? പാണ്ഡ്യൻ ഹോട്ടലിൽ നമ്മൾ ഫുഡ് വാങ്ങില്ല. രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അണ്ണ നമുക്ക് ഇപ്പൊ രാത്രിത്തെ ഫുഡും കൊണ്ട് വന്നപ്പോഴാണ് പറഞ്ഞത് മസാല ലേശം കുറവുണ്ട് പറഞ്ഞു അല്ലേ അണ്ണ? അപ്പൊ എന്നാ പണ്ണോ சொல்லுங்க. മുതയ വന്ന് போட்டுக்கணு. മുതയ പിന്നെ ഒന്നും ചെയ്യാൻ முடியாது. ഇത് கொஞ்சம் டேஸ்ட் பாப்போம். நீ எதுவும் பண்ண முடியாது. பார்த்துட்டு அது வந்து அண்ணா வீட்டுக்கு இன்னைக்கு ஒரு பொடி இன்னும் நல்லா டேஸ்டா இருக்கு. கொஞ்சம் மசாலா போட்டு நல்லா கொஞ்சம் எண்ணெய் லைட்டா எண்ணெய் அല്ലേ? ஆமா எண்ணெய் ஊத்தி. என்ன மசாலா போடுறோம்? கறி மசாலா கொஞ்சம் போடுவோமா? கறி மசாலா இருக்கா? ஆண்டே இருக்கு. ഗരം മസാല എടുക്കണം. മച്ചായിക്ക് കൊടുക്കും, അണ്ണക്ക് കൊടുക്കും. നമ്മളെ ഷെഫൊക്കെയാണ്, പക്ഷെ അണ്ണന്റെ അത്ര വരില്ല എന്നുള്ളൂ. എന്താണ് അണ്ണ എങ്ങനെ കേറി മണ്ണടിച്ച് കയറിയതോ? அப்படி அப்படியே போகுது. கறி மசாலா சிக்கன் மசாலா சிக்கன் கறி നീ കളഞ്ഞില്ല എനിക്ക് ബാക്കിയാവാ ഇട്ടു. ചിക്കൻ മസാല അപ്പൊ ഇതിലുണ്ടോ നോക്ക്. മട്ടനാണ് കറി മസാല ചിക്കൻ മസാല. ഓക്കെ, കടച്ചിട്ടേ போட்டுட்டேன். அப்படிதான் இன்னைக்கு ஒரு பொடி. ஓகே, கரம் மசாலா லைட்டா பேகத்து ஆயிடலாம் அண்ணா எவ்வளோ லைட்டா ஊத்து ஊத்து சும்மா ஊத்துடும்.
ஆயிலுக்கு கம்மியா ஊத்திருக்காது போதும் ഫിറു നീ കമ്മിയിൽ ഒഴിച്ച് ഓയിൽ ഒഴിക്കാൻ ഞാൻ ചിക്കൻ മസാല നെക്സ്റ്റ് ടൈം നാളെ ഉണ്ട് നാളെ കുക്കിംഗ് നാളത്തെ കുക്കിംഗ് പഠിച്ചോട്ടോ ഉപ്പ് കുറുകി ஓவர் டைட் ஆக முடியாது ஜாஸ்தி இருக்கு ஓவர் டைட் ஆச்சுன்னா பத்தாது இல்ல அதான் ஜாஸ்தி இருக்கு கிரவுட் ஜாஸ்தி இருக்கு ഗ്യാസ് മണക്കണ്ട ഗ്യാസ് മണക്കണ്ട ഗ്യാസ് ലീക്ക് സ്മെല്ല് ഔ கொஞ்சம் ഇതൊന്ന് മൂടി വെച്ചടാ മല്ലിത്തല ഇട്ടല്ലോ നീ അവട്ടല്ലോ അടുത്ത ഡിഷ് നമ്മളെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചില്ലി ഫ്രൈ എണ്ണ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചില്ലി ഇടാം അല്ലാ രണ്ട് ഭക്ഷണം കിട്ടാം എന്താ കിഡ്നിനെ കേട്ടോ പുട്ടോളി കുറച്ച് വാരിയിട്ടിട് ഷെഫീക്ക് എന്തെങ്കിലും പൊടി ചേർത്തിയോ അതോ ഒട്ടിപ്പൊടിക്കണോടോ ഇപ്പൊ എണ്ണല്ലേ ഇനി അടുത്തേക്ക് കിട്ടില്ല ഇത്ര എണ്ണ ഞാൻ അടുത്തേക്ക് കിട്ടില്ല അപ്പൊ ഓക്കെ അപ്പൊ ഏകദേശം നമ്മള് ചില്ലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക എങ്ങനെ മൂത്തിക്ക് വരാൻ ശരി ഇവിടുന്ന് വിട് അപ്പൊ ഏകദേശം ഓക്കെ ആയി തുടങ്ങി നീ നോക്ക് അടി പിടിച്ചതിന് ഞങ്ങൾ പെരടി പിടിച്ചാൽ മതി അപ്പൊ അങ്ങോട്ട് വിട്ടോ കാജ ഈ കാജാനൊന്നും ഒഴിവാക്കി തരണം വല്ലാത്ത കാഴ്ച അസിസ്റ്റന്റ് ആണ് സെറ്റ് ഉണ്ടോ ഇത് കുറച്ച് അപ്പൊ അപ്പൊ ഗൈസ് ചില്ലി ഏകദേശം നല്ല രീതിക്ക് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ മണമാണ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ ഫുഡ് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല ഒരു രക്ഷയില്ല എന്റെ മസാല ഒന്നും ഒരു രക്ഷയില്ല നല്ല അടിപൊളി ചില്ലി നല്ല രീതിക്ക് മൊരിഞ്ഞ് വരും ഏകദേശം ചില്ലിയൊക്കെ നമ്മൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എപ്പോഴും ഏത് ചട്ടിന്റെ അടുത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അത് ഉള്ളത് തന്നെയാണ് അത് അതിന്റെ ഒരു ടേസ്റ്റ് ആണല്ലേ ഫുഡിന്റെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ തിന്നാനുള്ളത് ഞാനാ ഉള്ളത് കാജ മാത്രല്ലേ ഉള്ളൂ കാജ മതി ഇതെടുക്ക് കൊണ്ടുപോകും കഴിക്കാനുള്ളത് വന്നോട്ടോ ഇതില്ല ഉള്ളിൽ ഇരുന്നിട്ടാടാ എല്ലാരും ഞാൻ ഫിറു നീ അവിടെ ഇരുന്ന് നല്ല ഫുഡ് നല്ല രീതിക്ക് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി ഇനി ഒന്നും പറയാനില്ല ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്.